ഇന്നു പുലർച്ചെ 2:30-ഓടെയാണ് കാടിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 7 വയസ്സുള്ള പെൺകടുവയാണ് ചത്തത്. ഇതേ കടുവയാണ് രാധയെ കൊലപ്പെടുത്തിയതെന്ന് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ സ്ഥിരീകരിച്ചു. നേരത്തെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രം പരിശോധിച്ചാണ് ചത്തത് നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചത്. കടുവയുടെ കഴുത്തിൽ ആഴമേറിയ മുറിവുകളുണ്ട്. പഴക്കമുള്ള ഈ മുറിവുകൾ മറ്റൊരു കടുവയുമായുള്ള സംഘടനത്തിൽ സംഭവിച്ചതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നതിനിടെയാണ് ജഡം കണ്ടെത്തിയത്. ചത്തത് നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ആശ്വാസത്തിലാണ്. കടുവ ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അത് ഇന്ന് ചത്ത നെല്ലിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഏത് തരത്തിലാണെങ്കിലും ഈ പ്രദേശത്തിന്റെ ഭീതി അകറ്റാൻ വേണ്ടി മുമ്പിൽ നിന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ദൗത്യസേന, വനപാലകർ, അതോടൊപ്പം പോലീസ്, മുഴുവൻ ആളുകളോടുമുള്ള ഈ പ്രദേശത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രദേശത്തെ ഇത്ര ഒരു വിഷയം നടന്ന് ആ പ്രദേശത്തെ ഏറ്റെടുത്ത് അത് പരിപൂർണ വിജയം കാണുന്നത് വരെ പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും ഒപ്പം നിന്ന മുഴുവൻ സമരപടന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ചിറക്കര പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച 48 മണിക്കൂർ കർഫ്യൂ പിൻവലിക്കുകയും ചെയ്തു. അതേസമയം വയനാട് ഓപ്പറേഷൻ 2ാം ഘട്ടം തുടരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായി RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ 2-3 ദിവസങ്ങൾ നിരീക്ഷണം ശക്തമാക്കും. നാട്ടുകാർ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചാകും പ്രത്യേക പരിശോധന. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.